മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്ന കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടാകും. ക്യാമ്പിൽ കഴിയുന്ന ഹാരിസൺ കമ്പനിയുടെ തോട്ടം തൊഴിലാളികളെ ഇന്ന് മാറ്റിപ്പാർപ്പിക്കും. മുഴുവൻ കുടുംബങ്ങളെയും ഒരാഴ്ചയ്ക്കുള്ളിൽ വാടക വീടുകളിലേക്ക് മാറ്റും. ഇനി മാറ്റാനുള്ളത് 10 ക്യാമ്പുകളിലായി കഴിയുന്ന 400ഓളം കുടുംബങ്ങളെയാണ്. വിശദാംശങ്ങളുമായി രതീഷ് ചേരുകയാണ്. രതീഷ്, ഇന്നത്തെ ഈ ഒരു തെരച്ചിൽ ഏത് രീതിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്? അതോടൊപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ശ്രീകാർത്തിക 19 ദിവസം പിന്നിട്ടു ഈ മഹാദുരന്തം നടന്നിട്ട്. ഇപ്പോൾ തിരച്ചിൽ ഈ ചാലിയാറിന്റെ മേഖലകളിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ചുരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തൊന്നും കാര്യമായി തന്നെ തിരച്ചിലില്ല. ഇനി ഇവിടെ നിന്ന് അവശേഷിക്കുന്ന മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ ജില്ലാ ഭരണകൂടം എത്തിച്ചേർന്നിട്ടുണ്ട്. ചാലിയാറിലും നിലവിൽ തിരച്ചിൽ തുടരുന്നുണ്ട്. എന്നാൽ 2 ദിവസമായി ഈ മേഖലയിൽ നിന്നും ഒരു തരത്തിലുമുള്ള മൃതദേഹ ഭാഗങ്ങളോ ശരീരങ്ങളോ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ഇത്ര തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകാനാണ് സാധ്യത. കാരണം ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ ക്യാമ്പിൽ കഴിയുന്നവരുടെയും അഭിപ്രായം മാനിച്ചാകും സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക. കാരണം ഇത്തരത്തിൽ ഇനി തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് 19 ദിവസമായി ഈ മേഖലയിലടക്കം. എന്നാൽ വിദഗ്ധ സംഘത്തിന്റെ അടക്കമുള്ള തെരച്ചിൽ തുടരാൻ തന്നെ നിലവിൽ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. അപ്രകാരമുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ മന്ത്രിസഭ ഉപസമിതി ഇന്ന് കൈക്കൊള്ളുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഉടൻ തന്നെ അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ പേരെയും താൽക്കാലികമായി കണ്ടെത്തുന്ന വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടികളിലേക്കും ജില്ലാ ഭരണകൂടം നീങ്ങിയിട്ടുണ്ട്. അത് പൊതുമരാമത്ത് വകുപ്പിന്റെ താൽക്കാലികമായ ക്വാർട്ടേഴ്സുകളിലേക്കും ഇവരെ മാറ്റും. അതോടൊപ്പം തന്നെ വീടുകളിലേക്ക് മാറി താമസിച്ചവരുണ്ട്. അതേപോലെ തന്നെ ഹാരിസൺ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തൊഴിലാളികളെ മുഴുവൻ തന്നെ ഇന്ന് തന്നെ ക്യാമ്പുകളിൽ നിന്ന് അവർ സുരക്ഷിതമായി കണ്ടെത്തിയ ലയങ്ങളിലേക്ക് മാറ്റും. ഇത്തരത്തിൽ 41 തൊഴിലാളികളാണ് ഹാരിസൺ കമ്പനിയുടെ തോട്ടങ്ങളിൽ നിന്നും ജീവൻ നഷ്ടമായത്. 90ഓളം പേർക്ക് വീടുകൾ നഷ്ടമായി. 13 ലയങ്ങളാണ് ഇത്തരത്തിൽ തകർന്നു പോയത്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് തന്നെയാണ് ഹാരിസൺ കമ്പനി അവരുടെ തൊഴിലാളികളെയും മാറ്റുന്നത്. ഏതായാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. എത്രയും വേഗം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി വീടുകളിലേക്ക് മാറ്റിക്കൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീകാർത്തിക.